ഹലോ. മേഡം, എന്റെ പേര് ദിവ്യ, സ്ഥലം തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. ഒരു വിശ്വകർമ്മ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ മേഡം, ഒരു വിവാഹം കഴിഞ്ഞോ കുട്ടിയുടെ? ഇല്ലല്ല. ഇല്ല. ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ്. എന്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ്. അപ്പൊ മേഡം, ഞാനത് കണ്ടപ്പോ എനിക്ക് ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മേഡം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമ്മളത് വ്യക്തമാണോ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. അതുകൊണ്ടാണ് മേഡം ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചത്. ഇതിൽ കണ്ട ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. യുവതി 30 വയസ്സ്, അത്തം നക്ഷത്രം, ശുദ്ധജാതകം, ഉയരം 150, വെളുത്ത നിറം, മീഡിയം വണ്ണം, വിദ്യാഭ്യാസം ഡിഗ്രി, 3 മക്കളിൽ മൂന്നാമത്തെ, സഹോദരിമാർ വിവാഹിതർ, അച്ഛൻ കാർപ്പന്റർ, അമ്മ വീട്ടമ്മ, സാധാരണ കുടുംബം, സ്ഥലം കോഴിക്കോട് മുക്കം. ഡിമാൻഡ് 36 വയസ്സ് വരെ ആവാം. വിദേശം താല്പര്യം, ഗവൺമെന്റ് പ്രൈവറ്റ് ജോലി താല്പര്യം, സ്വന്തം ജാതി, അടുത്ത ജില്ലകൾക്ക് മുൻഗണന. ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ആണോ മേഡം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ? 36 വയസ്സ് വരെയാണോ നോക്കണേ? കുട്ടിക്ക് 30 വയസ്സ് കറക്റ്റ് തന്നെയാണോ? അല്ല, 30 അല്ല, 31 വയസ്സായി. 31 വയസ്സായി. അപ്പൊ 36 വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നത് അല്ലേ? അപ്പൊ ഈ വിദേശം ഗവൺമെന്റ് പ്രൈവറ്റ് താല്പര്യം എന്ന് പറഞ്ഞാൽ വിദേശം കൊണ്ടുപോകുന്നതാണോ അതോ ജോലി ഉണ്ടായാൽ മതിയോ? കുട്ടി എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? മോള് മുക്കത്ത് കമ്പ്യൂട്ടർ ഷോപ്പിലെ ഡ്യൂട്ടി വർക്കായിട്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പൊ ഇതില് സ്വന്തം ജാതി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വകർമ്മ കാർപ്പന്റർ മാത്രമേ നോക്കുന്നുള്ളൂ? ഓ, അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ അടുത്ത ജില്ലകൾക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഈ കോഴിക്കോട് അടുത്ത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ അങ്ങനെയൊക്കെ നോക്കുവോ? പാലക്കാടൊന്നുമില്ല, കോഴിക്കോട്, മലപ്പുറം. കോഴിക്കോട് മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ? വയനാട് അങ്ങനെ നോക്കില്ല അല്ലേ? ഇല്ല. കോഴിക്കോടിന്റെ അപ്പുറം ഭാഗം നോക്കുന്നില്ല, ഇപ്പുറം മലപ്പുറം മാത്രം അല്ലേ? കഴിയുന്നതും അടുത്താവാണ് അവർക്ക് താല്പര്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ മാഡം. അപ്പൊ ഞാനിപ്പോ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മാഡം. എന്റെ ചാനലിന്റെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ. യൂട്യൂബിൽ നോക്കിയാൽ കാണാം മാഡം. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു.